പിന്നെ പിന്നെ എനിക്കറിയില്ല. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്ര മാത്രമേ അറിയൂ. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. നിങ്ങൾ പോവല്ലേ? പറയുന്ന കേക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു TV അല്ലത്. പറയുന്ന കേക്ക്. പോവല്ലേ? ഇനി എന്ത് സംഭവിച്ചാലും സാരമില്ല. എന്റെ ജീവൻ പോയാലും സാരമില്ല. എങ്ങനെയെങ്കിലും എനിക്ക് എല്ലാവരും രക്ഷിച്ചേ പറ്റുള്ളൂ. ആ TV കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുടുംബം. ആ നിങ്ങൾ കയറ്. നിങ്ങൾ 50 രൂപ. അയ്യോ ഇത്രയൊന്നും വേണ്ട. ഇന്നത്തോടെ ചന്ദ്രമുഖി എല്ലാ പ്രശ്നങ്ങളും തീർക്കും. എല്ലാത്തിനും കാരണം ഈ ടിവിയാ. എന്റെ കുടുംബം നശിക്കാനും ഈ ടിവിയെ കാരണക്കാരെ. എന്റെ മക്കൾ അപ്പോഴേ പറഞ്ഞതാ ഈ ടിവി വേണ്ട വേണ്ടെന്ന്. എന്റെ വാശിക്ക് അവരെടുത്ത്. എല്ലാത്തിനും കാരണം ഇതാ. ഇന്നത്തോടെ ഞാനിത് അവസാനിപ്പിക്കും. ഈ ടിവി കാരണം ഇനി ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. എന്റെ മോക്ക് ഈ അവസ്ഥ വരുത്തി ടിവി വെറുതെ വിടില്ല. കാണിച്ചു തരാം ഞാൻ. ഇതൊന്നും കിട്ടാതെ ചന്ദ്രമുഖി ശ്രമിക്കും. നിന്നെ കൊണ്ട് പറ്റും. ഒരു നിമിഷം പോലും നിനക്ക് കളയാനില്ല ചന്ദ്രമുഖി. എത്രയും പെട്ടെന്ന് ഈ നശിച്ച ടിവി എടുത്ത് നീ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. ചുക്കിമോളുടെ സൈക്കിൾ അവിടെ ഉണ്ട്. അതെടുത്ത് പോവാ. അല്ലാതെ വേറെ വഴിയില്ല. ഈ ചന്ദ്രമുഖി ജീവനോടുള്ളിടത്തോളം കാലം വരെ ഇനി ഈ ടിവിയെ കുറിച്ച് ആരും ഒന്നും പറയരുത്. ഈ ടിവി ആരുടെ ഓർമ്മയിൽ പോലും ഉണ്ടാവരുത്. ഈ ടിവിയെ കുറിച്ച് ആർക്കും നാശം ഉണ്ടാവരുത്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടേ പറ്റുള്ളൂ. കോർപ്പറേഷൻ അവിടെ മൊത്തം വേസ്റ്റ് നിറഞ്ഞു കിടക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ ആർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുഴുവൻ ബ്ലോക്ക് ആയി കിടക്കുക. ഇനി ആ ഒരു ഭാഗം ഒഴിച്ചിടല്ല നല്ലത്. സർക്കാർ ആ ഭാഗത്തേക്ക് നോക്കും തോന്നില്ല. എന്തായാലും അവിടെ നാളെ തൊട്ട് സാധനം കൊണ്ടുപോയിടാൻ പറ്റില്ല. മൊത്തത്തിൽ കത്തിക്കുന്നതാ കേട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യാ? അതിലടാ നാളെ എന്തോ മിഷൻ കൊണ്ടുവന്ന് മൊത്തം കത്തിക്കുന്നതാ കേട്ടെ. അല്ല നിങ്ങളേതാ? നിങ്ങളെ ചന്ദ്രന്റെ ഭാര്യയല്ലേ? നിങ്ങളെന്താ ഇവിടെ? നല്ല ഇടിയുമായി പോവാൻ നോക്ക്.
നീ ഇങ്ങോട്ട് പാടാ, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കി വെക്കാം. ശരിയാണ്, വാ. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് പറ്റിയ സ്ഥലം അത് തന്നെയാ. എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ. ഇത് തന്നെ അവര് പറഞ്ഞ സ്ഥലം. ഇന്ന് നിക്ക് ഈ ടിവിയുടെ ഉപേക്ഷിക്കണം. ഇനി ടിവി കാരണം ആരും വിഷമിക്കാൻ പാടില്ല. ഇന്നത്തോടെ ഈ ടിവിയുടെ കഥ കഴിയും. ഇവിടുന്ന് ആരും ഈ ടിവി എടുത്ത് കൊണ്ടുപോകാനുള്ള അവസ്ഥയും വരരുത്. എനിക്കെങ്ങനെയെങ്കിലും എന്റെ മോളെടുത്ത് എത്തണം. എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരാ. ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ടിവി വരരുത്.